നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാ നചേവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 12. ഭഗവാൻ പറയുകയാണ് അർജുനോട്, അർജുന നോക്കൂ അർജുന, ഈ രാജാക്കന്മാരും ഞാനും നീയും ഈ ലോകവും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇനി നാളെയും ഇല്ലാതെയാവുകയില്ല. ഇത് അറിയാത്തതാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ കണക്കൂട്ടുന്നത് ഞാൻ ഒരു 120 കൊല്ലം, മാക്സിമം 120 കൊല്ലം കിട്ടും, അത് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞു, അതോടുകൂടി എല്ലാം അവസാനിച്ചു. ചിലർ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നു, ചിലർ പറയുന്നു അതിന് ശേഷം ഒരു സ്വർഗ്ഗം ഒരു നരകമുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിലേക്ക് നമ്മളെ തൂക്കി നോക്കിയിട്ട് നമ്മളെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് ഇതിൽ രണ്ടിലൊന്നിലേക്ക് തള്ളിവിടും, പിന്നെ കാലാകാലം അവിടെ തന്നെ, ഒരു മാറ്റമില്ല. പക്ഷെ കൃഷ്ണൻ പറയുന്നു നമ്മൾ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഭാവിയിൽ ഇല്ലാതെയാവുകയും ഇല്ല. ആരും, രാജാക്കന്മാരും പ്രജകളും സർവ്വജീവ ചരാചരങ്ങളും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇല്ലാതാവുകയുമില്ല. ഇത് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കേസ് കെട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് നമ്മൾ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാവും. അപ്പം നമുക്ക് അവസാനമല്ല, നമ്മൾക്ക് ഒരു തുടക്കവും ഒടുക്കമില്ല, നമ്മൾ ശാശ്വതരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ചിലർ പറയുന്നത് ഇഹലോക ജീവിതം ശാശ്വതമെന്ന് മനസ്സിൽ കരുതല്ലേ മനുഷ്യ, ഇന്നല്ലെങ്കിൽ നാളെയെല്ലാം വെടിഞ്ഞു നീ യാത്ര ചോദിക്കുമല്ലോ. ഇതൊരു പരിഹാസമായി കാണണ്ട. യാത്ര ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഇവിടുന്ന് അങ്ങോട്ട് പോകാമെന്നുള്ളതിൻ്റെ അർത്ഥം. വേറെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇവിടെ ശാശ്വതമല്ല, അപ്പോഴും ഉണ്ട്. ആര്? ഞാൻ. ഭഗവാൻ അതാ പറഞ്ഞു, ഞാൻ എന്നും ഉണ്ടായിട്ടുണ്ട്, ഞാൻ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. ഈ ഞാൻ എന്നത് നമ്മൾ ഭഗവാനെ, കൃഷ്ണനെ മാത്രമേ കാണുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളിലും ഒരു ഞാനുണ്ട്, എനിക്കുള്ളിലും ഒരു ഞാനുണ്ട്. ഏതൊരു മനുഷ്യനും ഒരു ഞാനിൻ്റെ ഉള്ളിൽ ഞാനുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലൊരു ഞാൻ കുടികൊള്ളാത്തവനില്ല ഭൂമിയിൽ. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ എന്നുള്ള ഒരു തോന്നലും അല്ലത്, ഉറപ്പാണ്. അല്ലെങ്കിൽ ഞാൻ എന്ന് പറയില്ലല്ലോ. ഈ ഞാൻ എന്നുള്ള ആ ഒരു ആശയം ഉണ്ടല്ലോ, അത് എന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്, അന്നുമുണ്ട്, എന്നുമുണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഈ ഞാനിനെ തന്നെ ലാക്കാക്കിയിട്ടും ബേസ് ചെയ്തിട്ട് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വരനാകുന്നു. ഈ ഞാൻ എവിടേക്കുണ്ടോ അതൊക്കെ ഈശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണത്. ഞാൻ ഈശ്വരനാകുന്നു, അഹം ബ്രഹ്മാസ്മി, തത്വമസി, നീയും അത് തന്നെ. എവിടെ കിട്ടുന്നു എനിക്ക് ഇത്ര ഗംഭീരമായുള്ള തത്വങ്ങളൊക്കെ? എന്നിട്ട് അതൊക്കെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് വെട്ടിവേഷം കെട്ടി നടക്കുകയാണ്. ഞാൻ ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, ജനിക്കുകയും മരിക്കുകയും ഇല്ല. അപ്പോൾ ശിവനെ പറ്റിയുള്ള സ്തുതികളുണ്ട്. ജനിക്കലും മരിക്കലും കളഞ്ഞുകൊണ്ടു വാഴുവാൻ അനുഗ്രഹിക്ക ചന്ദ്രചൂഡ ദേവരാജ പാഹിമ. ജനിക്കലും മരിക്കലും കളഞ്ഞുകൊണ്ട് വാഴണമെങ്കിൽ ആദ്യം അഹം ബ്രഹ്മാസ്മി എന്ന് ബോധിക്കണം. അപ്പോൾ ജനിക്കലും മരിക്കലും അവസാനിക്കും. മറ്റതിപ്പോൾ മരണസമയത്ത് ഒരു വൃദ്ധനെ തന്നെ കണക്കൂട്ടുന്നത് നമുക്ക്. ആരായാലും മരിക്കണ സമയത്ത് അവൻ്റെ അതുവരെയുള്ള മായാജാലങ്ങൾ മുഴുവൻ തലയിലേക്ക് കയറി വരുന്നൊരു ചൊല്ലുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ജീവൻ പോവായി എന്നുള്ളൊരു ചെറിയ സൂചന നമുക്ക് വരുമ്പോൾ നമുക്ക് ശക്തമായിട്ടുള്ള ഉത്കടമ, ഭയങ്കര ഒരു ഗംഭീര ആഴത്തിലുള്ളൊരാഗ്രഹം ബാക്കി കിടക്കുന്നുണ്ട്. കല്യാണം കഴിക്കണം എന്നായിരുന്നു എൻ്റെ മോഹം. ഇതൊരു വലിയ നഷ്ടമായി എനിക്ക്. ഞാൻ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി ഈ ജന്മം ഈ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് കരുതിയിട്ട് ജീവൻ പോയി കഴിഞ്ഞാൽ ആ ശക്തമായ ആഗ്രഹത്തിൻ്റെ ബലത്തിൽ വീണ്ടും നിങ്ങൾ കല്യാണി എന്നുള്ള സ്വപ്നവുമായിട്ട് ഇവിടെ തിരിച്ചു വരേണ്ടി വരും. വേറെ രസകരമായൊരു കഥയുണ്ട്. വളരെ നല്ലവനായ അച്ഛൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കട്ടുമൂട്ടിച്ചും പറ്റിച്ചും
നുണ പറഞ്ഞുമൊക്കെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചിട്ട് കാശുണ്ടാക്കി മക്കൾക്ക് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടും സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള ഒരു അച്ഛൻ. ഈ അച്ഛൻ മരിക്കാൻ നേരത്ത് മക്കൾക്ക് ഒരു തോന്നൽ, ഈ അച്ഛനെ നല്ല വഴിക്ക് പറഞ്ഞു വിടണം. അതിനിപ്പോൾ ഭഗവത് സ്മരണയോടെ ജീവിതം അവസാനിക്കുമ്പോൾ ജീവൻ വെടിയുന്ന സമയത്ത് ഈശ്വര സ്മരണയോടുകൂടി വെടിഞ്ഞാൽ ഭഗവത് പാദത്തിൽ ചേരും. അപ്പോൾ ഇവരെന്ത് ചെയ്തു, അച്ഛൻ കിടക്കുന്ന മുറിയിൽ അച്ഛന് കാണത്തക്കരയിൽ അച്ഛൻ്റെ കട്ടിൽ നേരെ അച്ഛൻ്റെ മുഖം നേരിട്ട് നോക്കിയാൽ കാണുന്ന ഭാഗത്ത് വലിയൊരു കൃഷ്ണൻ്റെ കലണ്ടർ തൂക്കി വെച്ചു. ഒരാൾ വലിപ്പമുള്ളൊരു കലണ്ടർ ഉണ്ടാക്കി കൊണ്ടുവന്ന് തൂക്കി വെച്ചു. അച്ഛനെ മരിക്കുന്ന സമയത്ത് നേരെ കണ്ണ് മിഴിച്ചാൽ കാണുക ഈ കൃഷ്ണനെയാണ്. അങ്ങനെ അച്ഛൻ്റെ മരണസമയം എടുത്തു. അച്ഛൻ ഈ ഫോട്ടോയിലേക്ക് തന്നെ, ഈ കലണ്ടറിലേക്ക് തന്നെ നോക്കിയിട്ട്, പെയിൻറ്റിങ്ങിൽ നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു, മക്കളെ ആ ചുമരിൽ നിറച്ച് പുഴുക്കൾ തൂങ്ങിക്കിടക്കണു, അത് തൂത്ത് കളയാവിടുന്ന്, തൂത്ത് കളയേ, അത് കടിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ അവസാനത്തെ സ്മരണ എന്താണോ അതായിട്ടാണ് നമ്മൾ അടുത്ത ജനനമെന്നാണ് പറയുന്നത്. എന്തായിരിക്കും അച്ഛൻ്റെ അവസ്ഥ? പ്രകൃതി നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങൾ എന്ത് തോന്നിവാസം കാണിച്ചിട്ട് എത്ര സമ്പാദിച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് തന്നെ നിങ്ങൾ അന്തര്യാമിയായി കുടികൊള്ളുന്ന ആ ഈശ്വരൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് വല്ലാതെ വാരി തിന്നാൽ ദേഷ്യം കൊണ്ടല്ല പ്രകൃതി വെള്ളം കുടിപ്പിക്കുന്നത്, നിങ്ങൾ ബാലൻസ്ഡ് ആവാനാണ്. ഉപ്പ് തിന്നവനുള്ള ശിക്ഷ എന്തിനറിയോ? അവനെ ഉന്മൂലനം ചെയ്യാനല്ല, അവനെ ബാലൻസ്ഡ് ആക്കാനാണ്. ഈ ഉപ്പ് തിന്നതിൻ്റെ ആ ഹാങ് ഓവർ മാറാനാണ് ഈ വെള്ളം കുടിപ്പിക്കുന്നത്. അപ്പോഴാണ് തുലനം നടക്കുള്ളൂ, സമത്തിലാവും. ഈ അനുഭവിച്ച് തീരുമ്പോൾ അവന് മനസ്സിലാവും ഇതിൻ്റെ കാരണം ഉപ്പ് തിന്നതാണെന്ന്. അത് ബോധ്യം വരുത്തുകയാണ് ചെയ്യുന്നത്, ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ബോധവാന്മാരാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അനുഭവങ്ങൾ. ഒന്നാമത്തെ അനുഭവം, രണ്ടാമത്തെയും 3, 4 അനുഭവങ്ങളിലും ബോധം വന്നിട്ടില്ലെങ്കിൽ ബോധം വരുന്നത് വരെ അനുഭവിക്കേണ്ടി വരും എന്നതാണ് ചുരുക്കം. നിങ്ങൾ ദുഃഖിക്കുന്നത് എനിക്ക് ഈ ഒരൊറ്റ ജന്മയുള്ളൂ, ഇതോടുകൂടി കഴിഞ്ഞില്ലേ, അപ്പോൾ പരമാവധി ആക്രാന്തം കാട്ടി ആസ്വദിച്ച് തിമർത്തിട്ട് അങ്ങോട്ട് ചാകാം എന്ന് കണക്കൂട്ടുകയാണ്. ഭഗവാൻ പറയുന്നു, നീ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, നാളെയും ഉണ്ടാകും. ഇതാ അവസാനമൊന്നും അല്ല അർജുന. അതുകൊണ്ട് ആക്രാന്തം വേണ്ട, യഥാസമയം മുന്നിൽ വരും, വേണ്ടത് വേണ്ടപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധയോടെ ഒരു ജീവിതം കിട്ടുമ്പോൾ വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ ഉള്ളിൽ ചോദ്യം ഉണരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. ഞാൻ ആരാണ്? ഞാൻ എവിടുന്ന് വന്നു? ഞാൻ എന്തിനിവിടെ വന്നു? ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണരുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക. അവൻ പറയുന്നു അവസാനമായിട്ട്, നമ്മളിവിടെ എന്നും ഉണ്ട്, ഇല്ലാത്തൊരവസ്ഥ നമുക്കില്ല. നമ്മൾ എന്നും ഇവിടെ ഉണ്ട്. ഞാൻ എന്ന് പറയുന്നത് ആരാണ്? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ അന്തര്യാമി കുടികൊള്ളുന്ന പരമാത്മാവിലാണ്. അകവും പുറവും തിങ്ങും മഹിമാവായ ആ പരമാത്മാവിൽ നമ്മൾ കുടികൊള്ളുന്നു എന്ന് ബോധ്യം വരുന്നത് വരെ അവിടെ ജീവിക്കേണ്ടി വരും. ഈ രൂപത്തിൽ ജീവിക്കാനുള്ളത് പിന്നെ നമ്മളെന്നും ഇവിടെ ഉണ്ടല്ലോ. ബോധമില്ലാതെയും ബോധം ഉണ്ടായിക്കൊണ്ടും ഇവിടെ കിടന്ന് കളിക്കുന്നത് ഈ ഞാൻ തന്നെയാണ്. അപ്പം ഈ ബോധം വരുത്താൻ ഒരു ഗുരു വരണം. ബോധം വരുത്തുവതിനാളായി നിന്ന ആചാര്യൻ തന്നെയാണ് നാരായണൻ. അവനെയാണ് ഈശ്വരനായിട്ട് നാരായണനായിട്ട് കാണേണ്ടത്. ഇങ്ങനെ നമ്മൾ ഈ ബോധം വരുന്നതിന് മുമ്പ് നമ്മൾ പിന്നെ എവിടെയാണ്? നമ്മളിവിടെ ഉണ്ടല്ലോ. ബോധം വരുന്നതിന് മുമ്പ് നമ്മളെ പ്രകൃതി പിടിച്ച് ചുഴറ്റുകയാണ്. പ്രകൃതി പിടിച്ചു ചുഴച്ചിടുന്ന നേരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഈ പ്രകൃതി ഇവിടെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾക്ക് വേണ്ട ഭോജ്യങ്ങൾ ഒരുക്കിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. ഇതിനോടൊക്കെ നമുക്ക് കൗതുകം പോയാൽ മാത്രമേ നമുക്ക് ഈ അഹം ബ്രഹ്മാസ്മിയെ പറ്റിയിട്ട് ചിന്തിക്കാൻ തന്നെ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ആരാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. താനാരാണെന്ന് തനിക്കറിയാൻ താൻ എന്നോട് ചോദിക്കുന്നു പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലേ പപ്പുവിന് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സ്വയം ചോദിക്കൂ, ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു? ഇത്തരം ചോദ്യങ്ങൾ ഉണരട്ടെ. അതാണ് വെളിച്ചത്തിലേക്കുള്ള വാതിൽ. ജയ് ഗുരുദേവ്.